ഇടുക്കി തൊടുപുഴയിൽ നിന്ന് കാണാതായ ആളുടെ മരണം കൊലപാതകമെന്ന് സംശയം. തൊടുപുഴ ചുങ്കം സ്വദേശി ബിജു ജോസഫാണ് മരിച്ചത്. ബിജുവിനെ കൊലപ്പെടുത്തി മൃതദേഹം ഗോഡൌണിൽ ഒളിപ്പിച്ചു എന്നാണ് സംശയം. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗോഡൌണിൽ പരിശോധന തുടരുകയാണ്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും കട്ടപ്പനയിൽ നിന്ന്. രാഹുൽ, ഇതിൽ കൊലപാതകമെന്ന് ഉറപ്പിക്കാറായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന് കാരണമായ ഘടകങ്ങൾ? ഇതൊരു കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഉൾപ്പെടെ പിടിയിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ആരുടെയെങ്കിലും കൊട്ടേഷനാണോ ഈ കൊലപാതകം? വിജയകുമാർ, കൊലപാതകം എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് പോവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ കലയന്താനിയിലെ ദേവമാതാ കേറ്ററിംഗിന്റെ ആ ഗോഡൌണിൽ പരിശോധന നടക്കുകയാണ്. അവിടുത്തെ മാൻഹോളിൽ ഈ മൃതദേഹം ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കസ്റ്റഡിയിലായിട്ടുള്ള പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ ആളെ കാണാതാകുന്നത്. പുലർച്ചെ 4 മണിയോടുകൂടി ചായ കുടിക്കാനെന്ന പേരിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നീട് തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഈ സാബുവിന്റെ ഭാര്യ നൽകിയ മൊഴിയിൽ പറയുന്നത്. അതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു കാപ്പ കേസ് പ്രതിയെ പിടികൂടിയിരുന്നു. ഈ കാപ്പ കേസ് പ്രതിയെ പിടികൂടിയതിന് പിന്നാലെയാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട സൂചന പോലീസിന് ലഭിക്കുന്നത്. ഇയാളെ ഈ സാബുവിനെ കൊലപ്പെടുത്തി ഈ കേറ്ററിംഗിന്റെ ഗോഡൌണിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ള മൊഴിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട 3 പേരുടെ പേരുവിവരങ്ങൾ പോലീസിന് ഈ കാപ്പ കേസ് പ്രതി നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഉൾപ്പെടെ പോലീസിന്റെ പിടിയിലാകുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഈ സാബുവും മറ്റു ചില ആളുകളും തമ്മിൽ നിലനിന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ കൊട്ടേഷനും അതിനെ സംബന്ധിച്ചുണ്ടായ കൊലപാതകവുമാണ് നടന്നിരിക്കുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. നിലവിൽ ഈ ഗോഡൌണിൽ പരിശോധന നടത്തുകയാണ്. ഇടുക്കി എസ്.പിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. ഫോറൻസിക് സംഘം ഉൾപ്പെടെ ഈ സ്ഥലത്ത് ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം ഈ മാൻഹോളിന്റെ അകത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരവും. ഒരു പക്ഷേ മൃതദേഹം പല കഷ്ണങ്ങളാക്കി പല ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും തെരച്ചിലും നടത്തുമെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള ആൾ. നിലവിൽ വലിയൊരു കൊലപാതകം, അത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കൊലപാതകം, അത് കൊട്ടേഷൻ നൽകി കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ, ഇതിനോടകം 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആ ഗോഡൌണിൽ ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുകയാണ്. ഒരു വലിയ ഒരു കൊട്ടേഷൻ കൊലപാതകം എന്ന നിലയിലുള്ള വിവരങ്ങളാണ് വരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ പോലീസ് കൂടുതൽ കാര്യങ്ങൾ ഔദ്യോഗികമായി അല്പസമയത്തിനകം പറയും എന്ന് കരുതാം. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് കട്ടപ്പനയിൽ നിന്ന്.